നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു വമ്പൻ ട്വിസ്റ്റൊക്കെ ഉണ്ട്. ആ ഒരു ട്വിസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ വൺ ലൈൻ പറഞ്ഞാൽ കേൾക്കാനായി വലിയ രസം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം കുറച്ച് ആളുകൾ വൺ ലൈൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വൺ ലൈൻ കേൾക്കുന്നവർക്ക് അങ്ങനെയാകാം, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. എന്തായാലും സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ആളൊരു വക്കീലാണ്. ആൾക്കൊരു മകൾ കൂടെയുണ്ട്. അങ്ങനെ ഒരിക്കൽ പെട്ടെന്നൊരു ദിവസം മകളെ ആരോ തട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ കാശല്ല ചോദിക്കുന്നത്, പകരം മറ്റൊരു കാര്യമാണ്. ഈ ഒരു കാര്യം കേൾക്കുന്ന വക്കീലിന് അത് ചെയ്യാതിരിക്കാനായി പറ്റില്ല. കാരണം മകളെ കിട്ടിയേ പറ്റൂ. അങ്ങനെ ഈ വിളിച്ചിരിക്കുന്നയാൾ പറഞ്ഞ കാര്യം ചെയ്തെടുക്കാനായി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ പല പൊല്ലാപ്പുകളും വള്ളികളും എല്ലാം തലയിൽ കയറ്റി വെക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിലും കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇന്ന് 2007 റിലീസ് ചെയ്ത 7 ഡേയ്സ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കോടതിയിൽ ഒരുത്തൻ്റെ വിചാരണയാണ് കാണിക്കുന്നത്. അവനെതിരെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതി അവനെ വെറുതെ വിടുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ്റെ ആളുകളെല്ലാം വലിയ സന്തോഷമായി. ഈ ഒരു കേസ് വാദിച്ചിരിക്കുന്നയാളാണ് നമ്മുടെ ഹീറോയിൻ. അവളുടെ പേരാണ് ജീന. അങ്ങനെ വിചാരണയെല്ലാം കഴിഞ്ഞ് ഈ കേസിലെ രക്ഷപ്പെട്ട വ്യക്തി ജീനയോട് നന്ദി പറയാനായി വരികയാണ്. ജീന, നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി. നിന്നെ ഒരിക്കലും ഞാൻ മറക്കില്ല. അതുകൊണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക, ഓക്കെ? എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീന അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജീനക്കൊരു മകളുണ്ട്. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ അവർ ഒരുമിച്ച് കുളിച്ചോണ്ടിരിക്കുന്ന നേരം മകള് പറയാണ്, നാളത്തെ ഓട്ട മത്സരത്തെക്കുറിച്ച് അമ്മ ഒരിക്കലും മറക്കല്ലേ. എൻ്റെ കൂട്ടുകാരിയും അവളുടെ അമ്മയും നല്ല വേഗത്തിലാണ് ഓടുന്നത്. അവരിപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് നാളെ ജയിച്ചേ പറ്റൂ. അതിന് ജീന, ജയിക്കാതെ അവിടെ പോകാൻ? പണ്ടെൻ്റെ സ്കൂളിൽ ഞാനായിരുന്നു ഏറ്റവും വലിയ ഓട്ടക്കാരി. അതുകൊണ്ട് മോള് പേടിക്കണ്ട. അങ്ങനെ ഇപ്പം അത് കഴിഞ്ഞ് ജീന നേരെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. അപ്പോഴാണ് അവളെ കാണാനായി അവളുടെ ഒരു കൂട്ടുകാരൻ പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവനിപ്പോൾ എന്തോ ഒരു പേട്ട് കേസിൽ പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാലും രക്ഷപ്പെടുത്തി തരുമോ എന്നാണ് അവളോട് ചോദിക്കുക. നീ ഇങ്ങനെ ഓരോ മാക്രാച്ചി കേസിൽ വിടുന്നതിന് ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും, ഒന്നുമില്ലേലും നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ. എന്നോടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തായാലും അവൻ അങ്ങനെയെല്ലാം സംസാരിക്കുന്ന നേരം അവള്, ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. പിന്നെ നമ്മൾ ജീനയുടെ മകളുടെ സ്കൂളിൽ ഓട്ട മത്സരമാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഓടാനായി റെഡിയായി. കൂട്ടുകാരിയുടെ അമ്മയാണ് നമ്മളിപ്പോൾ കാണുന്നത്, ആ ചുവന്ന ടീഷർട്ട്. അമ്മമാരും കുട്ടികളും ഓടേണ്ട ഒരു മത്സരമാണിത്. അങ്ങനെ മത്സരം തുടങ്ങി. ആദ്യം തന്നെ മകൾ ഓടുന്നേരം പെട്ടെന്നാണ് താഴെ വീഴുക. എന്നാലും അവൾ കുറച്ച് ബേക്കിലാണ്. കുഴപ്പമില്ല, അവൾ അവസാനമാണ് അമ്മയുടെ കയ്യിൽ ആ സ്റ്റിക്ക് കൊണ്ട് ചെന്ന് കൊടുക്കുക. അമ്മയാണെ ഇനി എല്ലാവരെയും ഓടി മുന്നിലെത്തിയാലേ വിജയിക്കൂ. എന്തായാലും തോൽക്കൂന്ന് ഉറപ്പാണ്. പക്ഷെ ജീന അവിടെ നിന്ന് ഓടി ഓടി എല്ലാവരെയും തോൽപ്പിച്ച് കൂട്ടുകാരിയുടെ അമ്മയെയും തോൽപ്പിച്ച് അവസാനം ഫസ്റ്റ് അടിച്ചു. ഇന്നലെ മകളോട് പറഞ്ഞിരുന്നതൊന്നും ബടായി അല്ലാന്ന് മനസ്സിലായി. അങ്ങനെ മകളെ നോക്കുന്നേരാണ് മകളെ കാണുന്നില്ല. എല്ലാ സ്ഥലത്തും നോക്കി, എന്നാൽ മകൾ എവിടെയും കാണുന്നില്ല. കുട്ടികളെല്ലാവരും ആണേൽ ഒരേപോലെയുള്ള യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാനും കുറച്ച് കഷ്ടപ്പാടാ. എന്നാലും തെരഞ്ഞ് അവസാനമാണ് മനസ്സിലാവുക അവൾ ഇവിടെ ഇല്ല, അവളെ ആരോ കൊണ്ടുപോയി. ജീനയാളൊരു വക്കീലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോലീസുകാരെയും കൂട്ടുകാരെയും എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് കോളെല്ലാം ട്രാക്ക് ചെയ്ത് മകളെ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ കോളിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കോള് വന്നു. കോളെടുത്ത് ചെവിയിൽ വെക്കുന്ന നേരം കിഡ്നാപ്പർ ഒന്നും സംസാരിക്കില്ല. അവന് മനസ്സിലായി അവൻ്റെ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് ആ കിഡ്നാപ്പർ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ജീന ഓടി വരുന്നതാണ്. അവിടെ ഒരു ഫോൺ ഉണ്ട്. അത് ചെവിയിൽ വെച്ച് നോക്കുന്ന നേരം അതിലും ആരും സംസാരിക്കുന്നില്ല. എന്നാൽ ആ ഫോണിൻ്റെ അടിയിൽ മകളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ മകളെ നിനക്കൊരിക്കലും കിട്ടില്ല എന്നാണ്. അതുകൂടി കാണുന്ന നേരം അവൾ ആകെ പേടിക്കും. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് വിളിച്ച് കില്ലർ പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലാനായി പറയാ. അവൻ അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അവളാണേൽ ഓടി വന്ന് കാറി കയറി അവൻ പറഞ്ഞ വഴിക്ക് അങ്ങനെ ഓടിച്ചു പോവുക. അവളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും അവളുടെ കൂട്ടുകാരും എല്ലാവരും അവളെ പിടിക്കാനായി തൊട്ടു പിന്നാലെ വരുന്നുണ്ടെങ്കിലും അവളെ കിട്ടില്ല. അവൾ അത്രയും വേഗത്തിലാണ് പോകുന്നത്. അങ്ങനെ കാറിൽ നിന്നിറങ്ങി കാശും എടുത്ത് അവൻ പറഞ്ഞ വഴിക്ക് പോകുമ്പോഴേക്ക് പോലീസുകാരും എല്ലാവരും വന്ന് അവളെ പിടിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനായി പറ്റില്ല. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ ആകെ ശോകമൂകമായിട്ടിരിക്കുകയാണ് അവള്. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് വീണ്ടും കിഡ്നാപ്പർ കോൾ ചെയ്യുന്നത്. അവൾ ഫോൺ എടുത്ത് ചീഫിനോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുക. കൂടെയുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവാനായി പറ്റില്ലല്ലോ. കിഡ്നാപ്പർ പറയും, നീ പെട്ടെന്ന് തന്നെ നിന്റെ ലാപ്ടോപ്പ് എടുത്ത് നോക്ക്, അതിൽ നിനക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അവളൊന്നും മിണ്ടാതെ ലാപ്ടോപ്പ് പോയി തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുക മകളെ ആകെ ഉപദ്രവിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ കുറച്ച് ഫോട്ടോസ് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ മകളെ വേണേൽ നീ പോലീസുകാരെ ഒന്നും വിളിക്കാനായി പാടില്ല. അവളെ ജീവനോടെ വേണോ ജീവനില്ലാതെ വേണോ? അത് കഴിഞ്ഞ് കുട്ടികളപ്പിടുത്തക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് അവൾ ചെല്ലുക. അവിടെ അവൾക്കായി ഒരു ഫോൺ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഫോണിലാണ് കിഡ്നാപ്പർ സംസാരിക്കുക. അവൾ ആദ്യം തന്നെ പറയും, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? നിങ്ങൾ പറയുന്ന കാശ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാം. എൻ്റെ മകളെ ഒന്ന് തിരിച്ചു തന്നാൽ മാത്രം മതി. എന്നാൽ കിഡ്നാപ്പർ പറയും, എനിക്ക് നിന്റെ കാശൊന്നുമല്ല വേണ്ടേ, പകരം മറ്റൊരു കാര്യമാണ്.
നീ ഒരു വക്കീലല്ലേ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഇപ്പൊ ജയിലില് മരണശിക്ഷ കാത്തിരിക്കുന്നുണ്ട്. 7 ദിവസം കൂടെ കഴിഞ്ഞാല് അവന്റെ വധശിക്ഷയാണ്. അവനൊരു കൊലപാതകം ചെയ്തു എന്നുള്ള ഒരു കള്ളക്കേസിലാണ് ഇപ്പൊ ജയിലിൽ പെട്ടിരിക്കുന്നത്. അതൊരു കള്ളക്കേസാണ്. അവൻ ആളൊരു പാവാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് നീ അവനെ ബാധിച്ച് കേസിന്ന് എങ്ങനെങ്കിലും പുറത്തെത്തിച്ചു തരണം. നിനക്കതിന് പറ്റിയില്ലെങ്കിൽ നിന്റെ മകളുടെ കാര്യം പിന്നെ ഓർക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്താ ഓക്കെ അല്ലേ? എന്നാൽ ഈ ഒരു കാര്യം പറ്റില്ല എന്ന് പറയാനായി അവളുടെ മനസ്സിൽ നല്ലപോലെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനും പറ്റില്ലല്ലോ. അതെങ്ങനെയും ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ അവൾ അന്നത്തെ ദിവസം മുതൽ അവളുടെ അസിസ്റ്റന്റിന്റെ കൂടെ ഈ ഒരു കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് മനസ്സിലാക്കുകയാണ്. കേസ് എന്താന്ന് വെച്ചാൽ യൂന എന്ന പേരുള്ള ഒരു പെൺകുട്ടി. അവൾ സ്റ്റാച്ചു പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരിക്കൽ അവളുടെ സ്റ്റുഡിയോയിൽ വെച്ച് അവൾ കാണാതെയായി. അടുത്ത ദിവസം അവളുടെ സ്റ്റുഡിയോയിൽ പാല് കൊടുക്കാനായി വന്ന പയ്യൻ അവിടെ ബ്ലഡ് എല്ലാം കണ്ടാണ് പോലീസുകാരെ അറിയിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ആ സ്റ്റുഡിയോ കണ്ടാൽ മനസ്സിലാകും അവിടെ വെച്ച് ആരും അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവളെ കൊന്നിട്ടുണ്ടോന്നറിയില്ല. എന്തായാലും നിറച്ചും ചോരയും അങ്ങനെയെല്ലാം അവിടെ കാണാൻ പറ്റുന്നത്. കൂടെ തന്നെ കുറച്ച് ഫിംഗർ പ്രിന്റുകളും അവർക്ക് അവിടെ വെച്ച് കിട്ടും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മരിച്ച അവസ്ഥയിൽ അവളുടെ ബോഡി മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. അങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കൊലയാളി ആരാന്ന് പോലീസുകാർ കണ്ടുപിടിച്ചു. ആൾ ഇതിനു മുന്നേയും ബലാത്സംഗ കേസിലും മറ്റും 5 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. മാത്രമല്ല ആ റൂമിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ് എല്ലാം ഇവന്റെ ഫിംഗർ പ്രിന്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസുകാർക്ക് എളുപ്പത്തിൽ ഇവനെ പിടിക്കാനായി പറ്റിയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഈ കൊലയാളി എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ടിരിക്കുന്നവന്റെ പേരാണ് പാർക്ക്. അവനെ എങ്ങനെയും പുറത്തിറക്കി കൊണ്ടുവരണം. അവൻ ആളൊരു നിരപരാധിയാണെന്നാണ് ആ കിഡ്നാപ്പർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവൾ അവനെ കാണാനായി സെല്ലിലേക്ക് പോവാണ്. അവളുടെ കൂടെയുള്ള ഒരാൾ കണ്ടില്ലേ, അങ്ങേരാണ് ഇപ്പൊ അവന്റെ കേസ് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നിയമിച്ചു കൊടുത്തിരിക്കുന്ന അവന്റെ വക്കീല്. സ്വന്തമായി വക്കീലിനെ കൊണ്ടുവരാനായി പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഗവൺമെന്റ് എല്ലാം വക്കീലുമാരെ ശരിയായി കൊടുക്കും. പക്ഷെ അതിൽ വലിയ കാര്യം ഉണ്ടായെന്ന് വരില്ല. വക്കീലന്മാര് വലിയ കാര്യമാക്കാതെയായിരിക്കും ഈ കേസെല്ലാം വാദിക്കുക. എന്തായാലും വക്കീൽ പാർക്കിനോട് പറയും, ഇനി മുതൽ നിന്റെ കേസ് ഞാനല്ല വാദിക്കുന്നത്, ഇവളായിരിക്കും. ഈ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് വക്കീലുമാരിൽ ഒരാളാണ് ഇവള്. അതുകൊണ്ട് നിന്റെ കേസ് ഇനി മുതൽ ഇവളാണ് നോക്കുക. എന്നാൽ അവൻ പറയും, ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ നിയമമെല്ലാം കൂടെ കൂടിച്ചേർന്ന് എന്നെ തൂക്കും. അതിന്റെ മുന്നേ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുക? അതിന്റെ ദേഷ്യത്തിൽ അവളെ പിടിച്ച് ഉപദ്രവിക്കും. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ച് അവളൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരും. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയാണ് അവളുടെ മകളെ കാണാതായപ്പോൾ തിരയാനായി കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാരില്ലായിരുന്നോ, അവളെ ഫോളോ ചെയ്ത് അവർ വരുന്ന പോലെ അവൾക്ക് തോന്നുക. അവൾ എപ്പോഴേ അവരോട് പറഞ്ഞാണ് എന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ അവൾ എത്തിക്കഴിഞ്ഞു, ഇനി അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന്. കാരണം അവൾക്ക് ഈ കേസിന്റെ പിന്നാലെ പോകണേല് മകൾ എങ്ങനെയും തിരിച്ചെത്തിയെന്ന് അവരെ വിശ്വസിപ്പിക്കണം. എന്നാൽ അവരതൊന്നും വിശ്വസിച്ചില്ല. ഇനി വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന അവള് എല്ലാ സത്യങ്ങളും അവരോട് വിളിച്ചു പറയും. മകൾ ഇതുവരെ തിരിച്ചു കിട്ടിയില്ല, സത്യമാണ്. പക്ഷെ പോലീസുകാരെന്റെ പിന്നാലെ ഉണ്ടെങ്കിൽ എന്റെ മകളെ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടാനായി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമൊന്നും മനസ്സിലാക്ക്, എന്റെ പിന്നാലെ വരല്ലേ. എന്നാലും അവരതിന് സമ്മതിക്കില്ല. അതിന്റെ ദേഷ്യത്തില് അവരെ കാറിന്റെ കീ അവളെടുത്ത് വലിച്ചെറിയും. പിന്നെ നമ്മൾ കാണുന്നത് ജീനയുടെ എതിർഭാഗം വക്കീലിനെയാണ്. അതായത് കൊല്ലപ്പെട്ട പെൺകുട്ടി യൂനിയുടെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന വക്കീലിനെയാണ്. അങ്ങേരും അങ്ങേരുടെ ബോസും ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു കിട്ടിയ ചാൻസ് എങ്ങനെയെങ്കിലും മുതലെടുത്ത് ജീനയെ തോൽപ്പിക്കുക, ഈ ഒരു കേസിൽ എങ്ങനെയും വാദിച്ച് തോൽപ്പിക്കുക എന്നുള്ള കാര്യമാണ്. കാരണം ജീന ഒരു ക്രിമിനൽ ലോയറാണ്. അതായത് കുറ്റവാളികളുടെ ഭാഗത്ത് നിന്ന് അവരെ വാദിച്ച് രക്ഷപ്പെടുത്തുന്ന വക്കീല്. അതുകൊണ്ട് അവളെ എങ്ങനെയും തോൽപ്പിച്ചേ പറ്റൂ അവർക്ക്. പിന്നെ നമ്മൾ കാണുന്നത് കൊലയാളി എന്ന് പറയപ്പെടുന്ന പാർക്കിനെ കാണാനായി ചെല്ലുന്ന ജീനയാണ്. അവന്റെ കേസ് ഇപ്പൊ വാദിക്കാനായി ജീനയെ അവൻ ഇപ്പൊ സമ്മതിച്ചു. അവൾ അവനോട് പറയും, നിന്റെ അമ്മയൊരു പ്രമേഹ രോഗിയായിരുന്നു. നിന്റെ അമ്മയുടെ രോഗം മാറ്റാനായി നിനക്ക് എങ്ങനെയും മരുന്ന് വാങ്ങിച്ചേ പറ്റൂ. അതിന് കാശ് കൂടുതലായതുകൊണ്ട് നീ അതെങ്ങനെയും മോഷ്ടിക്കാനായി തീരുമാനിച്ചു. അങ്ങനെയാണ് നീ കൊല്ലപ്പെട്ട യൂനിയുടെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നത്. നീ അവിടെ ചെന്നപ്പോൾ അവൾ മരിച്ചു കിടക്കായിരുന്നു. അങ്ങനെ അത് കണ്ട് പേടിച്ച് നീ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് നിന്റെ ഫിംഗർ പ്രിന്റ് പോലീസുകാർക്ക് എല്ലാവർക്കും ലഭിച്ചത്. അത് കേൾക്കുന്നവന് ചെറിയൊരു പുഞ്ചിരി വരും. ഇനി എങ്ങനെയും ആ കേസിൽ നിന്ന് പുറത്തിറങ്ങാനായി പോവുകയാണല്ലോ എന്ന് അവന്റെ മനസ്സിൽ ഒരു ചെറിയ തോന്നൽ വന്നു. അത് കഴിഞ്ഞ കൂട്ടുകാരൻ പോലീസുകാരന്റെ കൂടെ ജീന കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കാണാനായാണ് ചെല്ലുന്നത്. ഡോക്ടർ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞെടുക്കും. കൊന്നിരിക്കുന്നയാള് പ്ലാൻ ചെയ്തല്ല കൊലപാതകം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വെട്ടും കുത്തും എല്ലാം കൊടുത്ത് പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു കൊലപാതകമാണ്. കൊല്ലാനായി ഉപയോഗിച്ചിരിക്കുന്ന ആയുധം ചെറിയ കത്തി പോലെയുള്ള ഒരു വാളാണ്. ആ ആയുധം കിട്ടിയാലേ ഇനി കേസിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അവൾക്ക് വാദിക്കാനായി പറ്റൂ. അല്ലാതെയും വാദിക്കാം. പക്ഷെ ഈ കത്തി കിട്ടി എങ്ങനെയും ഒളിപ്പിച്ചു വെച്ചില്ലെങ്കിൽ അത് എതിർഭാഗം വക്കീലിന്റെ അടുത്ത്, അതായത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന വക്കീലിന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഈ കേസ് അവസാനിച്ചു. കാരണം ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് പാർക്ക് തന്നെയാണെന്ന് അവർക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ആ ഒരു കത്തി എതിർഭാഗം വക്കീലിന്റെ കയ്യിൽ കിട്ടിയാൽ അതൊരു വലിയ തെളിവായിരിക്കും. ഡോക്ടർ പറഞ്ഞു കൊടുക്കും, കൊലയാളി വലിയ ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നതെങ്കിലും ഈ ബോഡി ക്ലീൻ ആക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ ബോഡിയിൽ ആൽക്കഹോൾ വെച്ച്
ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിഡ്നാപ്പർ വീണ്ടും അവളെ കോൾ ചെയ്യുന്നത്. അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്ന് സംസാരിക്കുന്ന നേരം അവർ പറയും മകൾക്ക് ട്യൂണ ഫിഷിന്റെ സാൻഡ്വിച്ച് കൊടുത്തിരുന്നു, അത് കഴിച്ചപ്പോൾ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. ജീന പറയും അത് കൊടുക്കാൻ പാടില്ല, അത് അവൾക്ക് അലർജിയാണ്, അവൾക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് എങ്ങനെയും മകളെ കണ്ടേ പറ്റൂ, അവൾക്കായുള്ള മരുന്ന് കൊണ്ടുചെന്ന് കൊടുത്തേ പറ്റൂ. പക്ഷേ അങ്ങേര് സമ്മതിക്കില്ല. അവൾക്കിപ്പോൾ കുഴപ്പമില്ല, നീ ആ ഡോക്ടറുടെ കൂടെ ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ഈ കേസ് വിജയിക്കാനുള്ള പരിപാടിയെല്ലാം നോക്ക്. ഇത് കേൾക്കുന്ന അവൾക്ക് മനസ്സിലായി അവൻ എങ്കേയോ ഇരുന്ന് അവളെ പാർക്കല്ല അവളെ നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അവള് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയെ കാണാനായാണ് പോകുന്നത്. കൂട്ടുകാരൻ പോലീസുകാരൻ ജീന ഒരു എഴുത്തുകാരിയാണ്, നിങ്ങളുടെ സ്റ്റോറി എഴുതാനായി വന്നതാണെന്ന് പറഞ്ഞാണ് അവളെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ അമ്മ പറയും ഞാൻ അവൾക്കൊരു കാറെല്ലാം വാങ്ങിച്ചു കൊടുത്തിരുന്നു, ആ കാറ് വരെ ഇപ്പം എവിടെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായി പറ്റുന്നില്ല. ഇപ്പോഴാ കൊലയാളി പാർക്കിന്റെ ഭാഗത്ത് നിന്ന് വാദിക്കാനായി ഇപ്പോൾ ഒരു മികച്ച വക്കീൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. എന്തൊക്കെയായാലും എൻ്റെ മകളോട് ചെയ്ത പാപത്തിന് അവന് ശിക്ഷ കിട്ടിയല്ലേ മതിയാകൂ. അതും കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കൊന്നിരിക്കുന്ന അവളുടെ സ്റ്റുഡിയോയിലേക്കാണ് ചെല്ലുന്നത്. ആ സ്റ്റുഡിയോ കുത്തി തുറക്കാനായി കൂടി ഒരുത്തനെ കൂടെ കൊണ്ടു ചെല്ലുന്നുണ്ട്. എന്നാൽ അവന് ലോക്ക് തുറക്കാനായി പറ്റുന്നില്ല. എന്നാൽ തുറക്കാനായി പുതിയൊരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് ആ ലോക്ക് ചവിട്ടി പൊളിച്ചവൻ തുറക്കും. അങ്ങനെ അകത്ത് ചെന്ന് അവർ മുഴുവനായും ചെക്ക് ചെയ്യും. അവിടെയുള്ള സാഹചര്യവും രക്തക്കറകളും ഫിംഗർ പ്രിന്റും എല്ലാം കണ്ടാൽ മനസ്സിലാകും ശരിക്കും പാർക്ക് തന്നെ ആയിരിക്കും ഈ ഒരു കൊല ചെയ്തിരിക്കുന്നത്. പക്ഷെ ജീന അത് സമ്മതിക്കില്ല. അവൾ പറയും ചിലപ്പോൾ മറ്റൊരുത്തന്റെ കൂടെ ആയിരിക്കാം അവൾ ആദ്യം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അങ്ങനെ അവനായിരിക്കാം ഇവിടെ വെച്ച് അവളെ കൊന്നിരിക്കുന്നത്. അതിനുശേഷം പാർക്ക് ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവൻ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഈ കൊലപാതകം ചെയ്തിരിക്കുന്ന വ്യക്തി ഇവിടെയെല്ലാം ക്ലീൻ ചെയ്ത് അവളുടെ ബോഡിയും ക്ലീൻ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അവൾ ഇങ്ങനെയെല്ലാം പറയുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം നമുക്കെന്താണെന്നറിയാലോ, എങ്ങനെയെങ്കിലും പാർക്കിനെ രക്ഷപ്പെടുത്തിയേ മതിയാകൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ റൂമിൽ വെച്ചൊരു വിസിറ്റിംഗ് കാർഡ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ആ കാർഡ് എടുത്തുകൊണ്ട് ആ കാർഡിന്റെ ഉടമയെ ചെന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ ഈ കാർഡ് ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും ദിവസവും ഞാൻ ഇഷ്ടംപോലെ ആളുകൾക്ക് ഈ കാർഡ് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ആളുകളുടെ മുഖമൊന്നും എൻ്റെ മനസ്സിൽ നിൽക്കാറില്ല. ചുരുക്കി പറഞ്ഞ ജീനക്കും കൂട്ടുകാരൻ പോലീസുകാരനും അവിടെ നിന്നും ഒന്നും കണ്ടുപിടിക്കാനായി പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ ജീന അവനോട് പറയും, കൂട്ടുകാരൻ പോലീസുകാരനോട് പറയും നമുക്ക് എങ്ങനെയെങ്കിലും അവളുടെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാർ കണ്ടുപിടിച്ചേ പറ്റൂ, എന്നാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അത് കേട്ട് അവൻ നേരെ ചെല്ലുന്നത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ പോലീസ് കൂട്ടുകാരൻ ഒരു ഹാഫ് റൗഡി ആയതുകൊണ്ട് തന്നെ പല റൗഡികളായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു റൗഡി കൂട്ടുകാരനോട് പറയാണ് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാറ് അതിപ്പോൾ മിസ്സിംഗ് ആണ്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ, നാളെ ഒരൊറ്റ ദിവസം മാത്രമേ അതിനുള്ളൂ, കണ്ടുപിടിക്കാനായി കുറച്ച് പാടാണ്, ഞാൻ എൻ്റെ ടീമിലെ പയ്യന്മാരെ എല്ലാവരെയും വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും നീ എല്ലാവരെയും വിളിച്ചോ, പക്ഷെ നാളെ കാറ് കിട്ടിയില്ലേല് പിന്നെ നിന്നെ ഞാൻ കൊന്നിരിക്കും. ആ സമയത്താണ് ജീന അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ബാറിലേക്ക് പോകുന്നത് അവൾക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ബാറിൽ തന്നെ അവളുടെ ഒരു ബോയ് ഫ്രണ്ട് കൂടെയുണ്ട്. ഇപ്പം ജീന ആ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവനെ കണ്ടുപിടിച്ച് അവനോട് സംസാരിക്കാനായി നിൽക്കുന്നേരം അവനാണെ സംസാരിക്കാനൊന്നും വലിയ ഭാവമില്ല. എന്നാൽ അവൻ അവളെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സമയത്താണ് കൂട്ടുകാരൻ പോലീസുകാരൻ കയറി വരുന്നത്. അവൻ എല്ലാത്തിനും അടിച്ച് നീയൊക്കെ എന്താടാ വിചാരിച്ചേ, ഞങ്ങൾ നിങ്ങളെപ്പോലെ മണ്ടന്മാരാന്നോ, ഞങ്ങൾ പോലീസുകാരാന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുക. അവനെ പിടിക്കാനായി രണ്ടുപേരും തൊട്ടു പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും പിടിക്കാനായി പറ്റുന്നില്ല. എന്നാൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ എവിടെ നിന്നോ അവൻ ഒളിച്ചു നിൽക്കുന്നതിന്റെ ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിളിച്ചു പറയും എടാ ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, നിന്റെ കാമുകി എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിച്ചാലേ എനിക്ക് അതിനുള്ള ഉത്തരം ലഭിക്കൂ, അതുകൊണ്ട് നീ എനിക്ക് എന്തേലും ഒന്ന് പറഞ്ഞു താ. എന്നാൽ അവൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു എന്നല്ലാതെ പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴേക്ക് പോലീസുകാരൻ അവനെ ചെന്ന് അടിച്ച് പിടിച്ച് പുറത്തേക്കിടും. അവൾക്ക് എന്താടാ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞെടുക്കും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിലേക്കാണ് അവൻ വരുന്നത്. അവനൊരു അമേരിക്കൻ പയ്യനാണ്. അവൻ വന്നതോടുകൂടെ അവൾ പിന്നെ എൻ്റെ അടുത്തേക്ക് വരാതായി. ഒരിക്കൽ അവളെ കാണാനായി ഞാൻ അവളുടെ സ്റ്റുഡിയോയിലേക്ക് ചെന്നപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ കൂടെ ആ അമേരിക്കൻ പയ്യൻ്റെ കൂടെ കാറിൽ എങ്ങോട്ടോ പോകുന്നായിരുന്നോ കണ്ടിരുന്നത്. എന്നാൽ അപ്പോഴാണ് മറ്റൊരു കാർ അവരുടെ കാറിനിട്ട് ഇടിയുന്നത്. എന്നാൽ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുത്തൻ അവളുടെ ആ അമേരിക്കൻ പയ്യന്റെ കയ്യിലേക്ക് എന്തോ ഒരു കാർഡ് വെച്ചു കൊടുത്തു, വിസിറ്റിംഗ് കാർഡ് വെച്ചു കൊടുത്തു. പിന്നെ അവരവിടെ നിന്ന് എങ്ങോട്ടോ പോയി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ പിന്നാലെ പോയില്ല. പിന്നാലെ പോയിരുന്നതിൽ ചിലപ്പോൾ ഞാൻ അവളെ കൊന്നെന്ന് വരികയായിരുന്നു. ഈ സമയമാണ് ജീനയുടെ ഫോണിലേക്ക് കിഡ്നാപ്പർ കോൾ ചെയ്യുന്നത്. അവൾ പെട്ടെന്ന് തന്നെ കുറച്ച് അകലേക്ക് മാറി നിന്ന് എന്താന്ന് ചോദിക്കുമ്പോൾ പറയും മകൾക്ക് കാര്യമായിട്ട് എന്തോ ഒരു ശ്വാസം മുട്ടൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവളെയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനും പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ മെഡിസിനുമായിട്ട് അവൻ പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലാനാണ് പറയാ. ജീന വേഗം തന്നെ വീട്ടിലേക്ക് ചെന്ന് മകളുടെ മെഡിസിൻ എല്ലാം എടുത്ത് ആ കിഡ്നാപ്പർ പറഞ്ഞിരിക്കുന്ന
താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ വേഗത്തിൽ ചെല്ലുന്ന നേരം അവിടെ ഇറങ്ങി അവിടെ ആരുമില്ല. എന്നാൽ തൊട്ടു പിന്നിൽ വെച്ചിരിക്കുന്ന പെട്ടിയിൽ മകളുടെ വസ്ത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്ന നേരം അവൾ തുറന്നു നോക്കും. അത് കാണുമ്പോഴാണ് അവൾക്ക് കുറച്ചെങ്കിലും സമാധാനമാവുക. കിഡ്നാപ്പർ വീണ്ടും പറയും, നിന്റെ കയ്യിലുള്ള മെഡിസിൻ അവിടെയുള്ള നായയുടെ ബാഗിലേക്ക് പെട്ടെന്ന് തന്നെ വെച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നിന്റെ മകളുടെ ജീവൻ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവൾ പെട്ടെന്ന് തന്നെ ആ പെരുത്ത നായയുടെ ബാഗിലേക്ക് ആ മെഡിസിൻ വെച്ചു കൊടുക്കും. അങ്ങനെ ആ നായ ദൂരേക്ക് ഓടിപ്പോവാണ്. അപ്പോഴാണ് ആ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് ദൂരെ നിന്ന് മകൾ കരയുന്ന ശബ്ദം അവൾ കേൾക്കുക. അവൾ മകളെ കണ്ടു, പക്ഷെ അവിടേക്ക് ഓടിച്ചെല്ലാനായി പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചു വന്ന് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് തൊട്ടു പിന്നിൽ പോലീസ് കൂട്ടുകാരൻ ഇരിക്കുന്നത്. അവൻ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി. നീ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നീ ബിസി ആയിരിക്കുന്ന സമയമെല്ലാം അവൾ എൻ്റെ കൂടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നെ അങ്കിളെ എന്നാണ് അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ മകളാ. നമുക്ക് എന്തായാലും അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ ജീന നേരെ ചെല്ലുന്നത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സ്റ്റുഡിയോയിലേക്കാണ്. അവളുടെ കാമുകൻ പറഞ്ഞിരുന്നല്ലോ അവൾക്കൊരു അമേരിക്കൻ കാമുകൻ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അവൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും അവളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയാനാണ് അവൾ ചെന്ന് നോക്കുന്നത്. എന്നാൽ അവിടെ കയറി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ അവിടെ തന്നെയുണ്ട്. നീ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ സമയം അമ്മ പറയും, ആ കൊലയാളി പാർക്കിന്റെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന വക്കീല് കേസ് എങ്ങനെയും വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ എൻ്റെ മകളെ കൊന്ന കൊലയാളി ജീവിക്കുന്ന ആകാശത്തിന്റെ താഴെ ഞാനും ജീവിക്കണ്ടേ? ജീനക്കാണേല് ഇതെല്ലാം കേൾക്കുന്ന നേരം നല്ലപോലെ വിഷമാവുന്നുണ്ട്. ഈ സമയമായപ്പോഴേക്ക് ആ അമേരിക്കൻ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോസ് എല്ലാം ആ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടി. അങ്ങനെ അവൾ തിരിച്ചു വരാൻ നേരം അമ്മ പറയും, ആ പാർക്കിന്റെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന വക്കീല് ശരിക്കും നിങ്ങളല്ലേ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന ജീനയ്ക്ക് അതിന് മറുപടിയൊന്നും കൊടുക്കാനായി പറ്റില്ലല്ലോ. ഈ സമയം അവൾക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയം കൊലയാളി പാർക്കിനെ കാണാനായി ആ കിഡ്നാപ്പർ സെല്ലിലേക്ക് ചെല്ലുന്നുണ്ട്. കിഡ്നാപ്പറുടെ മുഖമൊന്നും കാണുന്നില്ല. പക്ഷേ നീ ഈ കേസ് വിജയിച്ചാൽ ഹോനു ബിൽഡിങ്ങിന്റെ 6ാം നിലയിലേക്ക് വരണമെന്ന് എഴുതി കാണിക്കും. ഈ സമയം ജീനയും പോലീസ് കൂട്ടുകാരനും കൂടെ ആ അമേരിക്കൻ ബോയ് ഫ്രണ്ട് എവിടെയാന്ന് കണ്ടുപിടിച്ചു. അവനിപ്പോൾ ഏതോ ഒരു മാനസികാശുപത്രിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവനെ ചെന്ന് കണ്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ പറയും, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, അവളെക്കാളും നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ജീന റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിഷ്ടപ്പെടാത്തവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ആ റെക്കോർഡർ അടിച്ച് പൊളിച്ച് നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തുള്ള അവസ്ഥയിലേക്ക് എത്തും. ശരിക്ക് ഈ മാനസികാശുപത്രിയിലെ പേഷ്യൻസിന്റെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ അവരെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെ വന്ന് ചോദ്യം ചെയ്തത് വലിയ പൊല്ലാപ്പായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനായി പറ്റില്ല. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജീനയുടെ പോക്കറ്റിൽ അവൾക്ക് എന്തോ ഉള്ളതുപോലെ തോന്നുക. എടുത്തു നോക്കുന്ന നേരം ഒരു പേജാണ്. അവൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് എനിക്കറിയാമെന്നാണ് ആ പേജിൽ എഴുതി വെച്ചിരിക്കുന്നത്. അമേരിക്കൻ ബോയ് ഫ്രണ്ടിലായിരുന്നോ അവൻ ആ ഭ്രാന്തിന്റെ ഇടയിൽ ഈ ഒരു കാര്യം എഴുതി അവളുടെ പോക്കറ്റിൽ വെച്ചായിരുന്നു. അവര് രണ്ടുപേരും അവനെ കാണാനായി അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിലും ഇനിയും കയറാനായി പറ്റില്ലല്ലോ. നേരത്തെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് കൂട്ടുകാരൻ ഫയർ സെൻസറിൽ തീ കാണിച്ച് ഫയർ അലാറം ഓൺ ചെയ്യും. ഈ ഫയർ അലാറം എന്നൊക്കെ പറയാനായി നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ മൂക്കടഞ്ഞു കിടക്കുക, എനിക്കത് മാറുന്നില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ സോറി, എന്നോട് ക്ഷമിക്കുക. എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ സെല്ലെല്ലാം ഓപ്പൺ ആവുമല്ലോ. അതിന്റെ ഗ്യാപ്പിൽ ജീന അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ കണ്ടുപിടിക്കും. അവളെ ആരാണ് കൊന്നേ ചോദിക്കുമ്പോൾ അവനുണ്ട് പറയുന്നത്, ആര് കൊന്നു, ആരെ കൊന്നു, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല. അവനാണേൽ ചുരുക്കി പറഞ്ഞ ശരിക്ക് അവന്റെ ട്രിഗാൾമെന്റിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഇനിയൊന്നും മനസ്സിലാക്കാനായി പറ്റില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും കോടതി ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയെ ജീന ഇപ്പൊ ചോദ്യം ചെയ്യാണ്. നിങ്ങളുടെ മകള് മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരുന്നോ? അവൾക്ക് നിരവധി പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയായിരുന്നോ? ഈ ഒരു കാര്യം പറയുന്ന നേരം അവളുടെ അമ്മക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാലും അമ്മ പറയും, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ മകൾ കൊല്ലപ്പെട്ടു, അതെങ്ങനെയാണെന്നാണ് എനിക്കറിയേണ്ടത്. ഈ സമയം ജീനയാണേൽ അന്നവർ സ്റ്റുഡിയോയിൽ കയറാനായി ലോക്ക് പൊളിക്കാനായി ഒരുത്തനെ കൊണ്ടുവന്നില്ലായിരുന്നോ? അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനോട് ചോദിക്കും, നിനക്കന്ന് ആ ലോക്ക് അഴിക്കാനായി പറ്റിയിരുന്നോ? എന്നാൽ അവൻ പറയും, എനിക്ക് ആ ലോക്ക് അഴിക്കാനായി പറ്റിയില്ല, അവസാനം അടിച്ച് പൊളിക്കേണ്ടി വന്നതാ. ജീന പറയും, ഈ ഒരു കാര്യം കേട്ടാൽ തന്നെ മനസ്സിലാകും ആ ലോക്ക് ഒരിക്കലും അഴിക്കാനായി പറ്റില്ല. അങ്ങനെയെങ്കിൽ അന്ന് അവളുടെ റൂമിലേക്ക് വന്നിരിക്കുന്നവരെല്ലാം അവളുമായി പരിചയമുള്ള ആളുകളാണ്, അല്ലാതെ അവളുമായി യാതൊരു പരിചയവുമില്ലാത്ത ഈ പാർക്കല്ല. ഈ സമയം എതിർഭാഗം വക്കീല് പാർക്കിന്റെ ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പാർക്കിന്റെ ഭാര്യയോട് ചോദിക്കും, നിങ്ങളുടെ ഭർത്താവിന് കൊല്ലപ്പെട്ട പെൺകുട്ടിയെ അറിയാമായിരുന്നോ? അവള് പറയും, അതെ, എൻ്റെ ഭർത്താവിന് അറിയാമായിരുന്നു. എന്നാൽ പാർക്ക് പറഞ്ഞിരുന്നത് അവളെ എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. എന്തായാലും വീണ്ടും ചോദിക്കും, നിങ്ങളുടെ ഭർത്താവ് എന്തിനായിരുന്നു അവളെ കാണാനായി പോകാറുള്ളത്? പാർക്ക്
മുമ്പൊക്കെ അവൾക്ക് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ കാശ് വാങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞാണ് അങ്ങനെ അവസാന ദിവസം അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത്. ഇതോടുകൂടെ ഹിയറിംഗ് അവസാനിച്ചു. ഇനി അടുത്ത ദിവസമാണ് പുതിയ ഹിയറിംഗ്. ജീന പാർക്കിനെ ചെന്ന് കണ്ട് ചോദിക്കും, നീയെല്ലാം പറഞ്ഞിരുന്ന് നിനക്ക് അവൾ അറിയില്ലായിരുന്നു, നീ ജീവിതത്തിൽ അവളെ കണ്ടിട്ടില്ല എന്നൊക്കെ, എന്നിട്ട് ഇപ്പോഴെന്താ ഇങ്ങനെയെല്ലാം നിന്റെ ഭാര്യ പറയുന്നത്? അതിനവൻ പറയും, ശരിയാണ്, അവൾ പറഞ്ഞിരിക്കുന്നൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അവളെ കൊന്നിട്ടില്ല. ഈ ഒരു കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് വലിയ മറുപടിയൊന്നും അവന്റെ ഭാഗത്തു നിന്നില്ല. അങ്ങനെ ആ കോടതിയിൽ ആകെ കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീന നിൽക്കുമ്പോഴാണ് അവൾക്കൊരു പാഴ്സൽ വരുന്നത്. അത് തുറന്നു നോക്കുമ്പോഴാണ് മകളുടെ കൈ അതിൽ. എന്നാൽ അവൾക്കത് തോന്നിയതായിരുന്നു, ശരിക്കത് കൈയുടെ ഒരു ശില്പമായിരുന്നു. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്തത് നിന്റെ മകളുടെ ഒറിജിനൽ കൈ ആയിരിക്കും വരാൻ പോകുന്നത്. ഇതുകൂടെ കാണുന്ന നേരം അവൾക്ക് ആകെ കൂടെ ടെൻഷനാകും. അവൾ ഓഫീസിൽ ചെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ചിന്തിച്ചു നോക്കും. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് ആ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്തേക്കാണ്. നിങ്ങളുടെ മകൾ മരിച്ച ദിവസം ഫ്യൂണറൽ ചടങ്ങിന്റെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഫോട്ടോസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നാൽ അമ്മ പറയും, ഇന്ന് കോടതിയിൽ വെച്ച് നീ എൻ്റെ മകളെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞേ, അതെല്ലാം നീ അവളെക്കുറിച്ച് പറയുമ്പോഴും നീ എന്നെ പറയുന്ന പോലെയാണ്. നിനക്കും ഒരു മകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു നീ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമോ? എന്തായാലും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തു നോക്ക്, നിനക്ക് ആ ഫൂട്ടേജ് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കൊടുക്കും. അങ്ങനെ അവൾ ആ വീഡിയോ നോക്കുന്ന നേരം അവളുടെ അമേരിക്കൻ ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നോ, അവനെ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. പക്ഷെ അവർ നേരത്തെ അവനെ പൂട്ടി വെച്ചിരുന്ന സെല്ലിൽ ചെന്നില്ലായിരുന്നോ? അന്നേരം അവരോട് ചോദിച്ചതാണ് അവൻ എന്നാണ് ഈ സെല്ലിലേക്ക് മാറ്റിയെന്ന്. എന്നാൽ അവർ പറഞ്ഞിരുന്നത് അവൾ കൊല്ലപ്പെടുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുന്നേ അവൻ ഈ സെല്ലിലേക്ക് വന്നിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോഴാ ഫൂട്ടേജിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അവൻ 2 ദിവസങ്ങൾക്ക് മുന്നേ ആ സെല്ലിലേക്ക് പോയിട്ടില്ല. കാരണം അവളുടെ മരണച്ചടങ്ങിൽ അവൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായി അവൻ അടച്ചു വെച്ചിരിക്കുന്ന സെല്ലിലേക്ക് അവർ വീണ്ടും ചെല്ലും. എന്നാൽ അവരോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ലേഡി പറയുന്നത്, ഇവിടെയുള്ള പേഷ്യൻസിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തരാനായി പറ്റില്ല, നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ വാറണ്ടുമായിട്ട് ഇങ്ങോട്ട് വാ, അങ്ങനെയാണെ തരാം. ഇത് കേൾക്കുന്നവർക്ക് ദേഷ്യം വരും, പക്ഷെ വാറണ്ട് കിട്ടില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു പോരും. ഈ സമയമാണ് ആ പെൺകുട്ടിയുടെ കാറ് കിട്ടിയെന്ന് കൂട്ടുകാരൻ പോലീസുകാരന്റെ റൗഡി കൂട്ടുകാരൻ വിളിച്ചു പറയുന്നത്. ഏതോ ഒരു ആക്രിക്കടയിൽ പൊളിക്കാൻ വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ആ കാർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ കാർ അവർ അടിമുടി പരിശോധിച്ച് നോക്കുന്നേരം അതിൽ നിന്നും ഒരു മൂക്കുകുത്തി കിട്ടും. ആ മൂക്കുത്തിയിലെ രക്തം കൊല്ലപ്പെട്ടു പോയ പെൺകുട്ടിയുടെ രക്തവുമായി മാച്ച് ചെയ്ത് നോക്കുന്നേരം അത് മാച്ച് ആവുന്നുണ്ട്. എന്നാൽ ആ മൂക്കുത്തിയിൽ തന്നെ മറ്റൊരു രക്തക്കറ കൂടിയുണ്ട്. അത് ചിലപ്പോൾ ആ അമേരിക്കൻ പയ്യൻ്റെതായിരിക്കാം. അത് മാച്ച് ചെയ്ത് നോക്കണേൽ അവന്റെ ബ്ലഡ് വേണം. അപ്പോഴാണ് ജീന ചിന്തിക്കുക, അവൻ അന്ന് ഭ്രാന്ത് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയ ദിവസം അവളുടെ പോക്കറ്റിൽ ഒരു പേജിൽ എഴുതി വെച്ചിരുന്നല്ലോ അവളെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാന്ന്. ആ പേജിൽ തന്നെ അവന്റെ രക്തമുണ്ട്. അതുകൊണ്ട് ആ പേജ് കിട്ടിയാൽ അവന്റെ രക്തം മാച്ച് ചെയ്ത് നോക്കാനായി പറ്റും. അതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ അവൾ ഒരുത്തനെ കേസിൽ നിന്ന് പുറത്തിറക്കി കൊടുക്കുന്നത് കണ്ടില്ലായിരുന്നോ, അവൻ വീട്ടിൽ അങ്ങനെ നിൽക്കുന്നത്. ഞാൻ വന്നേ നിനക്ക് വലിയ സർപ്രൈസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനല്ല നിന്നോട് സംസാരിക്കുന്നത്, ദേ ഇങ്ങേരാണെന്നും പറഞ്ഞുകൊണ്ട് എതിർഭാഗം വക്കീലിന്റെ ബോസിനെ കാണിച്ചു കൊടുക്കും. ഇപ്പോഴാണ് വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ആ അമേരിക്കൻ ബോയ് ഫ്രണ്ടിന്റെ അച്ഛനാണ് ദേ ഇങ്ങേര്, എതിർഭാഗം വക്കീലിന്റെ ബോസ്. നടന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങേരുടെ മകന്, അതായത് ആ അമേരിക്കൻ പയ്യന് ഓർമ്മകളൊന്നും ഓർമ്മിച്ചു വെക്കാനായി പറ്റില്ല. പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവൻ ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ആ ഡ്രഗ് ഉപയോഗിക്കുന്നതോടുകൂടെ അവന്റെ ചിന്തകൾ നശിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അവൻ എന്തൊക്കെയാണ് ചെയ്തത്, അതൊന്നും അവനെ കൊണ്ട് ഓർത്തെടുക്കാനായി പറ്റില്ല. അങ്ങനെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ബോസ് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അങ്ങേരുടെ മകൻ, അതായത് ഈ അമേരിക്കൻ പയ്യൻ വീട്ടിലേക്ക് ഒരു ചുവന്ന കാറിൽ ഒരു പെൺകുട്ടിയുടെ ബോഡിയായിട്ട് വരുന്നതാണ്. അതാ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബോഡിയാണ്. ആ പെൺകുട്ടി എങ്ങനെ മരിച്ചു, ഇനിയിപ്പോൾ അവൻ കൊന്നതാണോ, അതിനെക്കുറിച്ചൊന്നും അവൻ അറിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഒന്നുപോലും അവൻ അറിയില്ല. അച്ഛൻ ബോസിനാണേൽ ഈ ഒരു പ്രശ്നം എങ്ങനെയും ഒതുക്കിയെടുക്കണമല്ലോ. അതുകൊണ്ട് അങ്ങേരാണ് ആ കാറ് നശിപ്പിച്ച് കളഞ്ഞതും അതുപോലെ ആ ബോഡി കൊണ്ടുപോയി കുഴിച്ചിട്ടതും ബോഡി ക്ലീൻ ചെയ്തതും എല്ലാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ജീനയുടെ കയ്യിലുണ്ടായിരുന്ന അയാളുടെ മകനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം അങ്ങേര് പിടിച്ചു വലിച്ച് താഴെയിട്ട് അതെല്ലാം കത്തിച്ചു കളയും. ഈ സമയത്താണ് ജീനയുടെ പോലീസ് കൂട്ടുകാരൻ വിളിച്ചിട്ട് അവളോട് പറയുന്നത്, അന്ന് ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് പറഞ്ഞില്ലായിരുന്നോ അവളുടെ കാറ് മറ്റേതോ ഒരു കാറിന് ഇടിച്ചു, അതിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്ന് അവർക്കൊരു കാർഡ് കൊടുത്തു എന്ന്. ആ കാർഡ് കൊടുത്തവൻ ആരാന്ന് വെച്ചാ നമുക്ക് അന്ന് അവളുടെ റൂമിൽ നിന്ന് സ്റ്റുഡിയോന്ന് ഒരു കാർഡ് കിട്ടിയപ്പോൾ നമ്മൾ തെരഞ്ഞു പോയിരുന്ന ഒരുത്തനില്ല, അവന്റെ കാർഡാണത്. അവനെ കണ്ടുപിടിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അന്ന് കാർ ആരാണ് ഓടിച്ച് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതെല്ലാം ആ ബോസ് കൂടെ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങേർക്ക് മനസ്സിലായി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു സാക്ഷി കൂടെയുണ്ട്. ഇനി അവനെ കണ്ടെത്തി എങ്ങനെയും കൊന്നേ പറ്റൂ. ജീനയുടെ കൈയും കാലും കെട്ടിവെച്ചതുകൊണ്ട് തന്നെ അവർ പോകാൻ നേരം വീടിന്റെ ഗ്യാസിന്റെ പൈപ്പ് കട്ട് ചെയ്താണ് പോവുക. അവിടെയാണേൽ അവളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കത്തിച്ചു വെച്ചതിന്റെ തീയുണ്ട്. ഇനി ആ തീയിലേക്ക് പിടിച്ചാൽ ആളി പടരും. അവൾ ആടി ഉലഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ലിന്റെ കബോർഡ് താഴെയിടും. അതിന്റെ ചില്ലെടുത്ത് അവൾ കെട്ടെല്ലാം അറുത്തു മാറ്റും. അങ്ങനെ ഓടിച്ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്യാനായി നോക്കുമ്പോഴാണ് മനസ്സിലാവുക
ഗ്യാസിന്റെ പൈപ്പ് കട്ട് ചെയ്തു എന്നല്ലാതെ ഗ്യാസിന്റെ വാൽവ് അവർ ഓണാക്കി വെച്ചിട്ടില്ല. ഗ്യാസ് വീട്ടിലേക്കൊന്നും പടരുന്നില്ല. ഈ സമയം ജീനയുടെ കൂട്ടുകാരൻ തെരഞ്ഞ് ആ കിഡ്നാപ്പറുടെ വീട് കണ്ടുപിടിച്ചു. അവന്റെ പട്ടി അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു പോലീസ് ഫോഴ്സിന് അവൻ ചോദിക്കുന്ന നേരം അവൻ്റെ ചീഫ് അത് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ എമർജൻസിയിലേക്ക് കോൾ ചെയ്ത് പെട്ടെന്ന് തന്നെ വായോ, നമുക്കൊരു കള്ളനെ പിടിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നേരം പെട്ടെന്നാണ് ചാടി വീണവൻ പോലീസ് ഫ്രണ്ടിനെ ഉപദ്രവിക്കാൻ നോക്കുക. എന്നാൽ അവൻ തിരിച്ചടിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ താഴേക്കിറങ്ങി ഓടും. അപ്പോഴാണ് പോലീസ് ടീമെല്ലാം അവിടേക്ക് എത്തുന്നത് തന്നെ. പക്ഷെ അവർ വന്നിട്ടും കാര്യമില്ല. അവൻ ഒളിച്ചു നിന്നിരുന്നൊരു വാന് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഓടിച്ച് രക്ഷപ്പെടും. ഈ സമയം ജീനയാണെങ്കിൽ ആ വിസിറ്റിംഗ് കാർഡ് കൊടുത്തയാളെ കാണാനായി അങ്ങേരുടെ ഫ്ലാറ്റിലേക്ക് ഓടിച്ചെല്ലാണ്. ആ സമയം അങ്ങേരെന്തോ ഒരു ലഹരി മരുന്നാണോ ഇനിയിപ്പോൾ വിഷമാണോ എന്താണെന്നറിയില്ല, എന്തോന്ന് കഴിച്ച് ബോധം പോയിരിക്കുന്ന അവസ്ഥയിലാണ്. അവൾ ചോദിക്കും, അന്ന് രാത്രി ഒരു കാറ് നിങ്ങളുടെ കാറിന് വന്ന് ഇടിച്ചപ്പോൾ നിങ്ങളൊരു കാർഡ് കൊടുത്ത ഓർമ്മയുണ്ടോ? അതേ ഓർമ്മയുണ്ടെന്ന് പറയും. കൊടുത്തത് ഇങ്ങർക്കാണോ എന്ന് ചോദിച്ച് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങേര് അതേന്ന് പറയും. അത് ആരുടെ ഫോട്ടോയാണെന്ന് വെച്ചാൽ പാർക്കിന്റെ ഫോട്ടോയാണ്. ഇപ്പൊ ജീനക്ക് ഒരു കാര്യം മനസ്സിലായി. അന്ന് പാർക്ക് അവിടെ വന്ന് എന്തോ ഒരു പണി ഒപ്പിച്ച് വെച്ചാണ് പെട്ടെന്ന് തന്നെ കാറിൽ പോയിട്ടുള്ളത്. അത് അവന്റെ കാറിൽ തന്നെയാണ് പാർക്ക് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് അമേരിക്കൻ ബോയ്ഫ്രണ്ട് ആ പെൺകുട്ടിയുടെ ബോഡിയുമായി അവളുടെ കാറിൽ തന്നെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെയാണ് ബോസ് അവനെ കാണുന്നതും അവന്റെ ഈ കേസ് മറയ്ക്കാനായി പല പരിപാടികൾ ചെയ്യുന്നു. പക്ഷെ അന്ന് ആ റൂമിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് ജീനക്ക് ഇതുവരെ മനസ്സിലാക്കാനായി പറ്റിയിട്ടില്ല. എന്നാൽ അപ്പോഴാണ് കിഡ്നാപ്പർ കോൾ ചെയ്ത് അവളോട് പറയാ, ഇന്ന് എന്നെ കാണാനായി ഒരുത്തം വന്നിരുന്നു. അവൻ എന്നെ പിടിക്കാനെല്ലാം നോക്കി. അതിന്റെ ഫലമായി നിന്റെ മകളുടെ ഒരു വിരല് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മുറിക്കുന്നതിന് മുന്നേ നീ പെട്ടെന്ന് തന്നെ കേസ് അവസാനിപ്പിക്കാൻ നോക്ക്. ഈ സമയം ജീനക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് ആ ബോസിനെയും ജീന സിനിമയുടെ തുടക്കത്തിൽ തന്നെ രക്ഷപ്പെടുത്തി കൊടുത്ത ഒരാളില്ലായിരുന്നോ, അങ്ങേരെയാണ്. ബോസ് അങ്ങേരോട് പറഞ്ഞിരുന്ന് ജീനയെയും ആ കാർഡ് കൊടുത്തിരുന്ന വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്ന ആളെയും കൊന്നുകളയാനാണ്. എന്നാൽ ഇപ്പം അത് രണ്ടും നടന്നിട്ടില്ല. ആ വിസിറ്റിംഗ് കാർഡുകാരൻ റൂമിൽ ചെന്നപ്പോൾ എന്തോ ഒരു വെള്ളം കുടിച്ച് ബോധം പോയ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടില്ലായിരുന്നോ? ആ വിഷം ശരിക്കും അങ്ങേർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങേരാണ്. പക്ഷെ ജീനയും മരിച്ചില്ല, വിസിറ്റിംഗ് കാർഡുകാരനും മരിച്ചില്ല. അതിന്റെ ദേഷ്യത്തിൽ അങ്ങേര് അവന്റെ മുഖത്തിട്ട് 2-3 അടിയങ്ങ് കൊടുക്കും. അങ്ങനെ കേസിന്റെ അവസാന ദിവസമായി ഇന്നാണ് പാർക്ക് കൊലയാളിയാണോ കൊലയാളിയല്ലേ എന്നെല്ലാം തെളിയാനായി പോകുന്നത്. ജീനയ്ക്ക് ഇതുവരെ പാർക്ക് ഒരു കൊലയാളിയല്ല എന്ന് തെളിയിക്കാനായി പറ്റിയ തെളിവുകളൊന്നും അവളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയും, ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് പാർക്ക് തന്നെ ആയിരിക്കാം, പക്ഷെ അവൻ ചെയ്തു എന്നതിനും യാതൊരു തെളിവുമില്ല. അവൻ ആ പെൺകുട്ടിയെ കുത്തിക്കൊല്ലാനായി ഉപയോഗിച്ചു എന്ന് പറയുന്ന ആയുധം ഇതുവരെ എതിർഭാഗം വക്കീലിന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവനൊരു കൊലയാളി എന്ന് പറയാനായി പറ്റുക? അന്ന് എന്തായിരിക്കാം സംഭവിച്ചതെന്ന് ജീന പറയാൻ തുടങ്ങും. പാർക്ക് നേരത്തെ സപ്ലൈ ചെയ്തു കൊടുത്തിരുന്ന മയക്കുമരുന്നിന്റെ കാശ് വാങ്ങാനായി പാർക്ക് അവളുടെ വീട്ടിലേക്ക് ചെന്നു. ആ സമയം അവളുടെ അമേരിക്കൻ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ആ പയ്യൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നതിന്റെ ഇടയിൽ പാർക്ക് അവളെ ഉപദ്രവിക്കാനായി നോക്കി. എന്നാൽ അതിന്റെ ഇടയിൽ ദേഷ്യം വന്ന പാർക്ക് അവളെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. സംഭവിച്ചത് വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ പാർക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വരുന്ന അമേരിക്കൻ പയ്യൻ കാണുന്നത് അവൾ മരിച്ചു കിടക്കുന്നതാണ്. അവനാണേലും സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാനായി പറ്റില്ല. ഇത് ചിലപ്പോൾ താനെങ്ങാനും ആയിരിക്കുമോ ചെയ്തതെന്ന് പേടിച്ച് അവൻ ആ ബോഡിയും അവളുടെ കാറിൽ തന്നെ എടുത്തിട്ട് അവന്റെ അച്ഛനെ കാണാനായി ചെന്നു. അവന്റെ അച്ഛൻ ബോസ് ആണെങ്കിൽ ഈ ഒരു കാര്യം മറച്ചു വെക്കാനായി പല പരിപാടികൾ ചെയ്തു. എന്നാൽ അവൾ പറഞ്ഞിരിക്കുന്ന കാര്യം വിശ്വസിക്കാനായി പറ്റില്ലല്ലോ, തെളിവുകളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കോടതി അത് വിശ്വസിക്കില്ല. ഈ സമയം എതിർഭാഗം വക്കീല് എനിക്ക് ഒരാളെ കൂടെ വിസ്തരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് കാറടിച്ചപ്പോൾ വിസിറ്റിംഗ് കാർഡ് കൊടുത്തയാളില്ലായിരുന്നോ, അങ്ങേരെ കൊണ്ടുവരും. നിങ്ങൾ അന്ന് ആ കാർഡ് ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് കോടതിയിൽ അങ്ങിങ്ങായി നോക്കും. അപ്പോഴാണ് ജീന ആദ്യം തന്നെ കേസിൽ നിന്ന് രക്ഷിച്ച ആ മനുഷ്യനില്ലായിരുന്നോ, ആ ബോസിന്റെ കൂടെ ഉണ്ടായിരുന്ന അങ്ങേര് നേരെ വന്ന് ജഡ്ജിയുടെ മുന്നിൽ ഒരു വോയിസ് റെക്കോർഡർ പ്ലേ ചെയ്യുന്നത്. തലേന്ന് രാത്രി ജീനയുടെ വീട്ടിൽ വന്നപ്പോൾ അങ്ങേര് ഒത്തിരി സത്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതെല്ലാം ഇങ്ങേര് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഏതോ ഒരു പെൺകുട്ടിയുടെ കാറിൽ അവളുടെ ബോഡിയുമായി മകൻ വീട്ടിലേക്ക് വന്നെന്നും അത് മറയ്ക്കാനായി ഞാൻ പല പരിപാടികൾ ചെയ്തെന്നും അതെല്ലാം അങ്ങേര് പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. തുടക്കത്തിൽ ജീന അങ്ങേരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അങ്ങേര് പറഞ്ഞില്ലായിരുന്നോ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന്. അങ്ങേര് അതൊരിക്കലും മറന്നില്ല, ജീനയുടെ കൂടെ തന്നെ നിന്നു. ഇപ്പൊ സത്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടെ ബോസാണ് കുറ്റക്കാരനെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെ ഇപ്പൊ ബോസിനെ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിന്നിരുന്ന സംഭവബഹുലമായ കേസ് അവസാനിച്ചു. ബോസാണ് കുറ്റക്കാരനെന്നും പാർക്ക് കുറ്റക്കാരനല്ലെന്നും തെളിഞ്ഞു. അങ്ങനെ സന്തോഷത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരം ജീന അവനോട് ചോദിക്കും, നീ അവളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ആയുധം നീ എവിടെയാണ് വെച്ചേ? എന്നാൽ അതിനവൻ അവളെ കെട്ടിപ്പിടിച്ചോണ്ട് പറയും, അതെവിടെയാന്ന് എനിക്കും കണ്ടുപിടിക്കാനായി പറ്റിയില്ല, അതന്ന് ആ റൂമിൽ വെച്ച് തന്നെ മിസ്സായി. അങ്ങനെ ഇപ്പൊ എല്ലാം അവസാനിച്ചു. ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാരെല്ലാവരും കൂടെ ഒരു മൈതാനത്തേക്ക് ചീറിപ്പാഞ്ഞു പോകുന്നതാണ് കാണുന്നത്. അവരെല്ലാവരും എന്തോന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ഒരു പെട്ടി കിട്ടി. ആ പെട്ടി തുറന്നു നോക്കുന്ന നേരം അതിൽ ജീനയുടെ മകള്. അവൾക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ഒരിക്കലും ജീന പോലും വിചാരിച്ചില്ല. പക്ഷെ പെട്ടെന്നാണ് മകള് കണ്ണുറക്കുന്നത്. അവൾ എല്ലാവരെയും കണ്ട് പേടിച്ചോടാൻ തുടങ്ങും. എന്നാൽ അവസാനമാണ് അമ്മയെ കാണുക. അതിന്റെ സന്തോഷത്തിൽ
അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ ഇപ്പൊ കേസ് അവസാനിച്ചതോടുകൂടെ ജീനക്ക് അവളുടെ മകളെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ സമയം കൊലയാളി പാർക്കിനെയാണ് കാണുന്നത്. അവനോട് ആ കിഡ്നാപ്പർ വന്ന് പറഞ്ഞിരുന്നല്ലോ, നീ കേസ് വിജയിച്ചതിന് ശേഷം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന്. അങ്ങനെ അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുക. ദൂരേക്ക് നോക്കുന്നേരം ഒരു വാനിൽ കിഡ്നാപ്പർ വന്നിട്ടുണ്ട്. എന്നാൽ കിഡ്നാപ്പർ വാന് വേഗത്തിൽ ഓടിച്ചു വന്ന് പാർക്കിനിട്ട് ഒരൊറ്റ ഇടിയാണ്. അതവൻ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ കാണുന്നത് പാർക്കിന് ഏതോ ഒരു വീട്ടിൽ കൊണ്ടുചെന്ന് കെട്ടിവെച്ചിരിക്കുന്ന അവന്റെ മുന്നിലെ ഒരു പ്രിന്ററിലേക്ക് പ്രിന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, നീ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ ആ പെൺകുട്ടിയോട് എന്തെല്ലാം ചെയ്തെന്നോ, നിന്നെ പുറത്തിറക്കാനായി ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ടെന്നോ. എന്നാൽ ഇതെല്ലാം എന്താണെന്ന് അവന് മനസ്സിലാവില്ല. എന്നാൽ അപ്പോഴാണ് ഒരാൾ അവൻ്റെ മുന്നിലേക്ക് വന്ന് മരണത്തിൽ ഏറ്റവും കൂടുതൽ കടുപ്പമേറിയ മരണം വെന്ത് മരിക്കുന്നതെന്നും പറഞ്ഞ് അവൻ്റെ മേലേക്ക് പെട്രോൾ ഒഴിച്ച് അവനെ കത്തിക്കുക. അങ്ങനെ പാർക്ക് അവിടെ അവസാനിച്ചു. ഇതിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ജീന കൊല്ലപ്പെട്ട മകളുടെ അമ്മയെ കാണാനായി വീട്ടിലേക്ക് ചെല്ലുകയാണ്. സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം സോറി പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ ജീനയോട് വലിയ പരിഭവമില്ല. ഈ സമയമാണ് മകള് ഒരു ചിത്രം വരച്ച അമ്മയുടെ കയ്യിലേക്ക് ഓടി വന്ന് കൊടുക്കുക. ജീനയുടെ കയ്യിലേക്ക് കൊടുക്കുക. വരച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒരു കുഞ്ഞിന് ഒരു കൈയില്ല. ഇത് കാണുന്ന ജീന അവിടെയെല്ലാം നോക്കുമ്പോഴാണ് മനസ്സിലാവുക, അവിടെയുള്ള ഒരു പ്രതിമ നോക്കിയാണ് അവൾ വരച്ചിരിക്കുന്നത്. ആ പ്രതിമയ്ക്കും ഒരു കൈയില്ല. അതാരോ മുറിച്ചു വെച്ചതായിട്ട് കാണാം. എന്നാൽ ആ കൈയായിരുന്നു ജീനക്ക് പാഴ്സലായിട്ട് നിന്റെ മകളുടെ കൈയായിരിക്കും അടുത്തത് വരാൻ പോകുന്നതെന്നും പറഞ്ഞ് അയച്ചിരുന്നത്. ഇപ്പോഴാണ് ജീനയ്ക്ക് മനസ്സിലാവുക, പാർക്കിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായി അവളുടെ മകളെ തട്ടിക്കൊണ്ടു പോയിരുന്നത് ഈ അമ്മയാണ്. അതായത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയാണ്. അതെന്തിനാന്ന് വെച്ചാൽ തൻ്റെ മകളെ കൊന്ന പാർക്ക് ജയിലിൽ പോയാൽ അവന് വധശിക്ഷയായിരിക്കും ലഭിക്കുക. അവനെ തൂക്കിക്കൊല്ലുകയായിരിക്കും ചെയ്യുക. പക്ഷെ ആ മരണം ഒരിക്കലും തൻ്റെ കൈകൊണ്ടാവില്ലല്ലോ. മാത്രമല്ല അതിന് കുറെ സമയം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കൂടെ ഒരാളെ കൂട്ടി ജീനയുടെ മകളെ കിഡ്നാപ്പ് ചെയ്തു. അവളോട് പാർക്കിനെ പുറത്തിറക്കാനായി ഭീഷണിപ്പെടുത്തി അവനെ പുറത്തിറക്കി കൊണ്ടുവന്നു. അവസാനം അവനെ കൊന്നുകളയുകയും ചെയ്തു. മാത്രമല്ല ഈ കൊല ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ആയുധം എവിടെയെന്ന് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ശരിക്കും എവിടെയായിരുന്നു എന്ന് വെച്ചാൽ അന്ന് പാർക്ക് അവളെ കുത്തിക്കൊല്ലാനായി ശ്രമിച്ചതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ശില്പത്തിനകത്തേക്ക് അത് കുത്തിക്കയറി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അവളുടെ റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ അമ്മയ്ക്കാണ് ആ കത്തി കിട്ടുന്നത്. പക്ഷെ ആ കത്തി പുറത്തു വന്നാൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പാർക്കാണ് കൊലയാളി എന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായി പറ്റും. അതുകൊണ്ട് അവൻ ജയിലിൽ പോകും. അതുകൊണ്ട് അമ്മയാണ് ആ കത്തി ഒളിപ്പിച്ചു വെച്ചത്. ഇപ്പോഴെന്തായാലും അമ്മ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു. അമ്മയുടെ പ്രതികാരം തീർക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ജീനക്ക് മനസ്സിലായെന്ന് അമ്മക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മ അവളോട് പറയും, ഇനി കൂടുതൽ സമയമൊന്നുമില്ല, പോലീസുകാരെല്ലാം കണ്ടുപിടിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാനായി വരും. പറഞ്ഞു കഴിഞ്ഞില്ല, അറസ്റ്റ് ചെയ്യാനായി പോലീസ് അവിടെ എത്തി. ഈ സമയം ജീനയോട് അമ്മ പറയും, നിനക്കെൻ്റെ വക്കീലാവാൻ പറ്റുമോ? അത് കേട്ട് തരിച്ചു നിൽക്കുന്ന ജീനയെ കാണിച്ചുകൊണ്ട് 7 Days എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ ആയിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? സിനിമ ഏകദേശം 3/4 ഭാഗം എത്തിയപ്പോൾ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായി കുറച്ച് പാടുപെട്ടു. എന്നാൽ അവസാനിച്ചപ്പോൾ ഇമാതിരി ഒരു ട്വിസ്റ്റ് കൂടി കിട്ടിയപ്പോൾ സിനിമ ഇഷ്ടമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ ഈ ഒരു കാര്യം പിടികിട്ടിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.